വയറിലാന്ന് നോക്കുക. എനിക്കൊരു മോഡൽ ഫാൻ അറിയില്ല. പടം ഉഗ്രനാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. എനിക്ക് ലാഗും തോന്നിയില്ല. എന്റെ അഭിപ്രായം പറയാൻ സാധ്യത എനിക്കില്ലേ. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല ഉണ്ട്. ഇത് വെറുതെ വൈറലായുള്ള പരിപാടിയാണ്. അറ്റൻഷൻ സീക്കർ പബ്ലിസിറ്റി അടുത്ത ബ്രാൻഡാണ്. നിങ്ങൾ മോഡൽ ഫാൻ അറിയില്ല. പടം ഉഗ്രനാണ്. ഇപ്പോഴത്തെ ഓഡിയൻസിന് പറ്റിയ മൂവിയാണ്. ഇപ്പൊ ഈ കാലത്തിൽ പറ്റിയ പടമാണ്. നമുക്ക് ഓഡിയൻസിനെ മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാം കൊണ്ടും പടം 100 കോടി കോസ്റ്റ് ചെയ്യും. നല്ലൊരു ഫിലിമാണ്. കോമഡി നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ ഉണ്ട്. പിന്നെ ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല എന്റർടൈൻ. ഇപ്പോഴത്തെ യൂത്തിനെ ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ ഓഡിയൻസിന് പറ്റിയ ഫിലിമാണ്. ആദ്യത്തെ മമ്മൂക്കിൽ പഠിക്കേണ്ട കാര്യമാണ്. ഇത് വെറുതെ വൈറലാവേണ്ട പരിപാടിയാണ്. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ. എന്റെ അഭിപ്രായം പറയാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് ലാഗ് ഉള്ളത് തോന്നിയില്ല. അയാൾ ഒന്നും പബ്ലിസിറ്റി ആണ്, അല്ലെങ്കിൽ മോഡൽ ഫാനോലായിരിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ മൗലിക അവകാശമാണ്. എന്നെ പണം ഉഗ്രം പടമാണ്, സംശയമില്ല. എനിക്കത് ലാഗ് തോന്നിയില്ല. കുഴപ്പമില്ല. ഒരു ക്രൈം ത്രില്ലർ മൂവി കേട്ടോ. അതിന്റെ ഒരു സ്ലോ ബേസ്ഡ് പടമായിട്ടാണ് പോകുന്നത്. പക്ഷെ അവസാനം സംശയങ്ങളൊക്കെ തീർത്തന്നെയാണ് പടം തീർത്തിരിക്കുന്നത്. മമ്മൂട്ടി അഗ്വരനായിട്ടുണ്ട്. ബിഗ് ബി പോലത്തെ ഒന്നല്ല, ഇത് പക്ക വെറൈറ്റി പടമാണ്. ചെറിയ ഒരു വൈബ് ഉള്ള പടമാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ബിഗ് ബിക്ക് പോലെന്ന് വെച്ച്. പക്ഷെ ഇത് പക്ക ഡിറ്റക്റ്റീവ് തന്നെ. കിടു പടം തന്നെ, കിടു ഒരു വെറൈറ്റി പടം. മമ്മൂക്ക അഭിനയത്തിൽ മമ്മൂക്ക മികച്ച ഒരു നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല സിനിമകൾ തെളിയിക്കുന്നതാണ്, ഇനിയും തെളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു സിനിമ തിയേറ്ററിൽ ഒന്ന് കാണാം. ഒരു തമിഴ് ടച്ച് ഉണ്ട് സിനിമയ്ക്ക്. ഗൗതം മേനോന്റെ ആദ്യ മലയാള ഡയറക്ഷനാണ്. ഡൊമിനിക് അടിപൊളി. ഞാൻ അഭിനയിച്ചിട്ടില്ല അതിൽ, കിടിലെന്ന് പറയുന്നത്. മമ്മൂക്കയുടെ പടല്ലേ. നല്ല പടം. ഡൊമിനിക് അടിപൊളി പടമാണ്. ഇപ്പൊ നമ്മുടെ പടം നാളെ റിലീസാണ്. ബെസ്റ്റ് നാളെ റിലീസാണ്. അതും കൂടെ കാണുക. ഇതിന്റെ കൂടെ ഒരു സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ വലിയ പ്രമോഷനൊന്നും ഇല്ലാതിരുന്നോണ്ട് തന്നെ നമ്മളൊട്ട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടോണ്ടിരുന്നത്. പക്ഷെ ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. സീറോ എക്സ്പെക്ടേഷനിൽ വാച്ച് ചെയ്തോണ്ടാണോ എന്നറിയില്ല. ഭയങ്കരമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സീരിയസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ പറയുന്ന ഒരു മൂവി ആയിരിക്കും എന്ന്. പക്ഷേ ഗംഭീരമായിട്ട് മമ്മൂക്ക ഇതിനകത്ത് കോമഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ മമ്മൂക്കയെ കാണാൻ പറ്റും. കാരണം ഈ അടുത്തിടയ്ക്ക് നോക്കുമ്പോൾ മമ്മൂക്ക ചെയ്തതെല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് പഴയ മമ്മൂക്കയുടെ ഫണ്ണും എല്ലാം തിരിച്ചു വന്നതായിട്ട് തോന്നി. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ കോമഡി കാണുന്നോണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കായി. പിന്നെ പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് കയറുകയും ഒരു ഗംഭീര ട്വിസ്റ്റും ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പൊളിച്ചു. പെൺകുട്ടിയുടെ പേഴ്സ് കട്ടെടുത്തോണ്ട് പോയി അതിൽ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന ഒരു കഥ. ഇൻവെസ്റ്റിഗേറ്റ് ത്രില്ലറാണ്. പക്ഷെ നമ്മള് ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ട് 4ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു സ്ലോ പേസ്ഡ് ആണ് ഇൻവെസ്റ്റിഗേഷൻ, പതിയെ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പെർഫോമൻസ് വൈസ് മമ്മൂട്ടി അങ്ങനെ ഒരു പീസ് ഓഫ് കേക്ക് പോലെയായിരുന്നു സംഭവം. കുറച്ച് ഫണ്ണി ഹാപ്പി ഗോ ലക്കി ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ. സോ ആ ഒരു വൈബില് ചെയ്യുന്ന ഒരു പടം. ദാറ്റ്സ് ഇറ്റ്. കോമഡികൾ അങ്ങനെയുള്ള സീനുകൾ അത്യാവശ്യം വർക്കൗട്ട് ഉണ്ട്. കോമഡി ഗൗതം വാസുദേവന്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതിനകത്ത്. അങ്ങനെ ആക്ഷൻ രംഗങ്ങൾ കുറച്ചിട്ട് കോമഡി രംഗങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഗോകുൽ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നന്നായിട്ട്. നല്ല സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ വേറൊരു പുതിയ രീതിയിലുള്ള ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മമ്മൂക്കയുടെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്ടിങ് സെറ്റപ്പ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനെന്താ വെച്ച് കഴിഞ്ഞാല് പ്രേക്ഷകരോടാണ്. പ്രേക്ഷകർ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്റെ അഭിപ്രായത്തിനൊക്കെ എത്ര മുകളിലായിരിക്കും ചിലപ്പോ നിങ്ങൾ എക്സ്പീരിയൻസ് ഈ പടം കണ്ടു കഴിഞ്ഞാല്. പിന്നെ അറിയാലോ, രണ്ട് ഗൗതം വാസുദേവ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും 2 ഹിറ്റ് കോംബോ ആണ്. ഡൊമിനിക് എന്ന സിനിമ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. നമുക്ക് വളരെ പടം തുടങ്ങുമ്പോൾ സൈലന്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് കുറ്റാന്വേഷണ കഥ തന്നെ. കാരണം ഇതില് മമ്മൂക്ക എന്ന കഥാപാത്രം, ഡൊമിനിക് എന്ന കഥാപാത്രം നമ്മൾ എവിടെയോ കണ്ട് പോയ ഒരു കഥാപാത്രത്തൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാലും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ, ഒരു പേഴ്സിലൂടെ തുടങ്ങുന്ന കഥ. ഇത് എന്തായാലും കിടിലനായിട്ട് ഇതിന്റെ എൻഡ് വളരെ നമ്മൾ വിചാരിക്കാത്തതിലും അപ്പുറം മാറിയിരിക്കുക. അതിലും ഗൗതം വാസുദേവൻ മേനോൻ എന്ന ഡയറക്ടർ, അഭിനേതാവ് മലയാള സിനിമക്ക് നല്ലൊരു സിനിമയാണ് സമ്മാനിച്ചിരിക്കുന്നത്. മമ്മൂക്ക കമ്പനിയുടെ, അതായത് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രവും അടിപൊളി. തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഒരു പകർന്നാട്ടം തന്നെ ഡൊമിനിക്കായി നടത്തിയിട്ടുണ്ട്. ഉടനീളം ഈ സിനിമയിൽ ഉടനീളം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോകുൽ സുരേഷ് നല്ലൊരു കഥാപാത്രമായി അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ ഉടനീളമുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം, മമ്മൂക്കയുടെ ഒപ്പം കുടുംബവുമൊത്ത് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ രീതിയിൽ തന്നെ അദ്ദേഹം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്.
അത് തന്നെയാണ് ഇതിന്റെ ഒരു പുതുമ. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഡോമിനി.